വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറബ് വസന്തവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. വൈകിയ ഈ സമയത്ത് അറബ് വസന്തവുമായി ബന്ധപ്പെട്ട ചില ദാർശനികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അറബ് വസന്തം ഈ വിപ്ലവ മുന്നേറ്റങ്ങൾക്ക് ശേഷം അത് സൃഷ്ടിച്ച അലയൊലികളെക്കുറിച്ച് നാം കേട്ടുകഴിഞ്ഞു. അറബ് വസന്തത്തിന് തുടക്കം കുറിച്ച തുനീഷ്യയിലും ഈജിപ്തിലുമൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അഭൂതപൂർവമായ വിജയം നേടിയതിനെക്കുറിച്ചും നാം അറിഞ്ഞു. തീർച്ചയായും അറബ് വസന്തത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇസ്ലാമിന് വലിയൊരു പങ്കുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇസ്ലാം മനുഷ്യ ചരിത്രത്തിൽ, മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളിൽ വരുത്തുന്ന മാറ്റം അല്ലെങ്കിൽ സ്വാധീനം എന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ കുറിച്ച ഖുർആനിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടാണ് ഇസ്ലാമിക ജീവിത വീക്ഷണത്തിന്റെ തന്നെ ആധാരം. മറ്റ് മതങ്ങളിൽ നിന്നും പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നും ഇസ്ലാമിനെ വ്യത്യസ്തമാക്കുന്ന ഘടകവും അതുതന്നെയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് ഖുർആൻ പറയുന്നു. ഖലഖഹു മിൻ തുറാബ്, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ നാം നമ്മുടെ ആത്മാവ് ഊതി എന്നാണ് ദൈവം പറയുന്നത്. വനഫഖ്ന മിൻ റൂഹിന എന്ന് പറഞ്ഞാൽ മണ്ണിന്റെയും ആത്മാവിന്റെയും മിശ്രിതമാണ് മനുഷ്യൻ എന്നുള്ളതാണ്. അതിന്റെ മറ്റൊരു അർത്ഥം ഭൂമിയുടെയും ആകാശത്തിന്റെയും മിശ്രിതമാണ്, ശരീരത്തിന്റെയും ആത്മാവിന്റെയും മിശ്രിതമാണ്, ഭൗതികതയുടെയും ആധ്യാത്മികതയുടെയും ആത്മീയതയുടെയും മിശ്രിതമാണ് മനുഷ്യൻ എന്നുള്ളതാണ്. മനുഷ്യന്റെ ഈ രണ്ട് ഭാവങ്ങളെയും രണ്ട് അവസ്ഥകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഇസ്ലാം ചരിത്രത്തിലെന്നും ചെയ്തത്. ആധുനിക കാലത്ത് ആധുനിക മതേതരത്വം എന്ന് പറയുന്ന ആശയം മനുഷ്യന്റെ ഈ രണ്ട് ഭാവങ്ങളെയും രണ്ട് അവസ്ഥകളെയും വേർതിരിച്ചുകൊണ്ട് മതജീവിതം, സാമൂഹിക ജീവിതം എന്നുള്ള രണ്ട് അറകൾ സൃഷ്ടിക്കുകയായിരുന്നു. ഇതിനെ മറികടന്ന് മനുഷ്യ ജീവിതത്തെ ഒരു കേന്ദ്രത്തിൽ, ദൈവം എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിനെ ഖിബിലയാക്കിക്കൊണ്ട്, അതിനെ ദിശയാക്കിക്കൊണ്ട് രൂപപ്പെടുത്തുക, ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇസ്ലാം ചെയ്തത്. വിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളും പ്രവാചകന്മാരുടെ ചരിത്രവുമൊക്കെ അതാണ് കാണിക്കുന്നത്. ചരിത്രത്തിന്റെ തന്നെ പിതാവ് എന്ന അർത്ഥത്തിൽ ഖുർആൻ വിശേഷിപ്പിക്കുന്ന, നാഗരികതകളുടെ പിതാവ് എന്ന അർത്ഥത്തിൽ ഖുർആൻ വിശേഷിപ്പിക്കുന്ന പ്രവാചകനാണ് പ്രവാചകൻ ഇബ്രാഹിം. ബൈബിളിന്റെ ഭാഷയിൽ അബ്രഹാം പ്രവാചകൻ. ഈ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിലും ചേർന്നാണ് വിശുദ്ധ കഅബ, മക്കയിലെ വിശുദ്ധ ദേവാലയം പണിതുയർത്തിയത്. ആ വിശുദ്ധ ദേവാലയം പണിതുയർത്തിയതിനു ശേഷം അവർ നടത്തിയ പ്രാർത്ഥന, ഇബ്രാഹിം പ്രവാചകൻ നടത്തിയ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം ഒന്നാമതായി ദൈവത്തോട് അർത്ഥിച്ചത് റബ്ബി ജഅൽനി മുഖീമസ്സലാ എന്നാണ്. അല്ലാഹുവേ, ദൈവമേ, എന്നെ നീ നിനക്ക്
അർത്ഥനകൾ അർപ്പിക്കുന്നവരിൽ, നിനക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നവരിൽ, നിനക്ക് മുമ്പിൽ കുമ്പിടുന്നവരിൽ, നിനക്ക് മുമ്പിൽ നമസ്കരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മനുഷ്യന്റെ ഒരു ഭാവം ആത്മീയ പ്രകാശനത്തിന്റെ, ആധ്യാത്മിക ഉത്കർഷത്തിന്റെ, മനുഷ്യന്റെ അതിന്റെ ഒരു അവസ്ഥ, അതിന്റെ ഒരു ആത്മീയമായ കരുത്തും ഉള്ളടക്കവും എനിക്ക് നൽകണമേ എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത് അദ്ദേഹം ആവശ്യപ്പെടുന്നത് റബ്ബിജിയൽ ഹാദ ബലദൻ ആമിന എന്നുള്ളതാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയമായ ഒരാവശ്യമായിരുന്നു അത്. ദൈവമേ, ഈ നാടിനെ നീ സ്വാസ്ഥ്യമുള്ള ഒരു നാടാക്കി മാറ്റണേ, നിർഭയത്വമുള്ള ഒരു രാജ്യമാക്കി മാറ്റണേ, സ്വാസ്ഥ്യവും നിർഭയത്വവുമുള്ള ഒരു നാടാക്കി ഈ നാടിനെ നീ മാറ്റണമേ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന റബ്ബിജിയൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത് എന്നുള്ളതാണ്. ദൈവമേ, ഈ നാട്ടുകാർക്ക് നീ അന്നം നൽകണം, ഈ നാടിന് നീ ഭക്ഷ്യ സുരക്ഷ നൽകണം. ഒന്നാമത്തത് മനുഷ്യന്റെ ആത്മീയ പ്രകാശനവുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, ആവശ്യമാണ്. രണ്ടാമത് രാജ്യ സുരക്ഷയുമായി, നിർഭയത്വവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയാണ്. മൂന്നാമത്തത് അന്നവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ആത്മീയ പ്രകാശനം, സുരക്ഷിതത്വം, അന്നം എന്നുള്ളത് ഇസ്ലാമിന്റെ നേർരേഖയിൽ വരുന്ന വളരെ പ്രസക്തമായ ഒരു പ്രമേയമാണ്. ഇത് തന്നെയാണ് വിശുദ്ധ കഅബയെ കുറിച്ച്, വിശുദ്ധ കഅബ നിർവഹിക്കുന്ന ദൗത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റഹ്ലത ശിദ്ദാഇ വസ്സൈഫ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തുല്ലദീ അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്. അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ് എന്ന് പറയുന്നത് പട്ടിണിയിൽ നിന്നുള്ള വിമുക്തി, ഭയത്തിൽ നിന്നുള്ള വിമുക്തി. ഇതാണ് വിശുദ്ധ കഅബ നിർവഹിക്കുന്ന ഒരു ദൗത്യം. അപ്പൊ ഇസ്ലാം ചരിത്രത്തിൽ നിർവഹിച്ച വളരെ പ്രസക്തമായ ഒരു ചരിത്രപരമായ അതിന്റെ ഒരു കടമയായിരുന്നു മനുഷ്യന്റെ അന്നം, മനുഷ്യന്റെ നിർഭയത്വം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രഭാഷണം, ചരിത്രപ്രസിദ്ധമായ വിടവാങ്ങൽ പ്രഭാഷണം, വിശുദ്ധ മക്കയിലെ അറഫ മൈതാനത്ത് വെച്ച് അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് നടത്തിയ ആ പ്രഭാഷണം നമുക്കറിയാം, ചരിത്രപ്രസിദ്ധമാണ്. ഹജ്ജത്തുൽ വിദാ, അതിലെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ അദ്ദേഹം അവസാനമായി മൂന്ന് കാര്യങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ടാണ് നമ്മോട് വിട പറഞ്ഞത്. എന്താണ് മൂന്ന് കാര്യങ്ങൾ? ഈ വിശുദ്ധ മക്ക എത്രത്തോളം പരിശുദ്ധമാണോ, ഈ വിശുദ്ധമായ മണ്ണ് എത്രത്തോളം പരിശുദ്ധമാണോ, ഈ വിശുദ്ധമായ ദിനം എത്രത്തോളം പരിശുദ്ധമാണോ, അതേപോലെ പരിശുദ്ധമായ മൂന്ന് കാര്യങ്ങൾ. അത് ഒന്ന്, മനുഷ്യന്റെ അന്തസ്സാണ്, അഭിമാനമാണ്. മനുഷ്യന്റെ അന്തസ്, മനുഷ്യന്റെ അഭിമാനം, അത് സംരക്ഷിക്കപ്പെടണം. ഈ വിശുദ്ധ ദേവാലയം സംരക്ഷിക്കപ്പെടുന്നത് പോലെ സംരക്ഷിക്കപ്പെടണം. രണ്ടാമത്തത് മനുഷ്യന്റെ രക്തം, അത് ഈ വിശുദ്ധ ദേവാലയം എത്രത്തോളം പവിത്രമാണോ അതേപോലെ പവിത്രമാണ്. മൂന്നാമത്തത് മനുഷ്യന്റെ സമ്പത്ത്, അത് ഈ വിശുദ്ധ ദേവാലയം നിങ്ങൾ എത്രത്തോളം കണ്ണിൽ എണ്ണയൊഴിച്ച് സംരക്ഷിക്കുന്നുവോ അതേപോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പൊ മനുഷ്യന്റെ അന്തസ്, മനുഷ്യന്റെ രക്തം, മനുഷ്യന്റെ സമ്പത്ത്, ഇത് സംരക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാം, മുസ്ലിം ചരിത്രത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സുപ്രധാനമായ ദൗത്യമാണ്. ഇത് നിർവഹിച്ചുകൊണ്ടേയിരുന്നു എന്ന് മാത്രമല്ല, ഇത് നിർവഹിക്കുവാനുള്ള കടമ, ആ കടമയിൽ നേതൃപരമായ പങ്കുവഹിച്ചു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എം എൻ റോയ് എഴുതിയ ഇസ്ലാമിന്റെ
ചരിത്രപരമായ പങ്ക് എന്ന പുസ്തകം ആ ഒരു ചരിത്രത്തിന്റെ തുടർച്ചയാണ് വിശദീകരിക്കുന്നത്. ലോകത്തുള്ള മനുഷ്യരെല്ലാം മുസ്ലിങ്ങളായി കഴിഞ്ഞതിന് ശേഷം, ഒരു പ്രദേശത്തെ, ഒരു രാജ്യത്തെ മനുഷ്യരെല്ലാം മുസ്ലിങ്ങളായി കഴിഞ്ഞതിന് ശേഷം അവരുടെ സുരക്ഷയും അവരുടെ അന്നവും അവരുടെ അഭിമാനവും അവരുടെ രക്തവും സംരക്ഷിക്കുക എന്നുള്ളതല്ല. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും അതികായനായ ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിവിസ്തൃതമായ അറബ് നാടിന്റെ, പ്രവാചകൻ സ്ഥാപിച്ച മദീന രാഷ്ട്രത്തിന്റെ രണ്ടാമത്തെ ഖലീഫയായിരുന്ന ഖലീഫ ഉമർ, അദ്ദേഹം നാടിന്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖലീഫ ഉമർ ആധുനിക ദേശരാഷ്ട്ര സങ്കല്പങ്ങൾ, ആധുനിക ജനാധിപത്യ സങ്കല്പങ്ങൾ, ആധുനികമായിട്ടുള്ള പല സാമൂഹിക സ്ഥാപനങ്ങളും രൂപപ്പെടുന്നതിന് എത്രയോ മുമ്പ് അത്തരത്തിലുള്ള അതിന്റെ പല പ്രാഗ് മാതൃകകളും കാഴ്ചവെച്ച നിസ്തുലനായ ഒരു ഭരണാധികാരിയായിരുന്നു. യൂഫ്രട്ടീസിന്റെ തീരത്ത്, ടൈഗ്രീസിന്റെ തീരത്ത് ഏതെങ്കിലും ഒരു ആട്ടിൻ കുഞ്ഞ് പട്ടിണി കിടന്ന് മരിച്ചാൽ അതിന്റെ പേരിൽ മറുപടി പറയേണ്ടി വരുമല്ലോ എന്നോർത്തുകൊണ്ട് പാതിരാവുകളിൽ വേഷപ്രച്ഛന്നനായി നാട്ടുകാരുടെ സുഖക്ഷേമങ്ങൾ അന്വേഷിച്ചു നടന്ന, പേർഷ്യ മുതൽ അങ്ങ് ഉത്തരാഫ്രിക്ക വരെ നീണ്ടുകിടക്കുന്ന അതിവിശാലമായ ഒരു സാമ്രാജ്യത്തിന്റെ അധിപൻ, അദ്ദേഹം ഇസ്ലാമിക ഖിലാഫത്തിന്റെ, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫയായി വാണരുളുന്ന കാലത്ത് മുസ്ലിങ്ങൾ 10% താഴെയായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ്, ഒരു സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു ജനത ഇസ്ലാമിക വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് സുരക്ഷിതത്വവും അന്നവും നൽകുക എന്നുള്ളതല്ല, ചരിത്രത്തിന്റെ മുമ്പേ നടന്ന്, സമൂഹത്തിന്റെ മുമ്പേ നടന്ന്, ലോകത്തെ മുമ്പോട്ട് നയിക്കുവാനുള്ള ഒരു ചാലക ശക്തിയായി, ഒരു ഊർജ പ്രവാഹമായി, സിയാവുദ്ദീൻ സർദാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൈനറ്റിക് സോഷ്യൽ, ഒരു സാമൂഹിക ഉത്തോലകമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇസ്ലാം ചരിത്രത്തിൽ നിർവഹിച്ച കടമ. എല്ലാ കാലത്തും അതങ്ങനെയായിരുന്നു. പക്ഷേ ആധുനിക മതേതര ആധുനികതയുടെ, സെക്യുലർ മോഡേണിറ്റിയുടെ, ആധുനിക മുതലാളിത്ത കേന്ദ്രീകൃതമായ ആധുനിക ലോകക്രമത്തിന്റെ രൂപീകരണത്തെ തുടർന്ന് ഇസ്ലാം അതിന്റെ ഈ ഒരു ചരിത്രപരമായ അവസ്ഥയിൽ നിന്ന് അതിന്ന് മാറ്റി നിർത്തപ്പെട്ടു, അല്ലെങ്കിൽ പടിക്ക് പുറത്തു നിർത്തപ്പെട്ടു. മുതലാളിത്ത കേന്ദ്രീകൃതമായ ആധുനിക സങ്കല്പങ്ങൾ, ആധുനിക രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, ആധുനിക സാമ്രാജ്യത്വ സ്വരൂപങ്ങൾ അവ ലോകത്തെ പിടിച്ചുലച്ചുകൊണ്ട്, ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനെതിരെയുള്ള ദാർശനികവും രാഷ്ട്രീയവും സംഘടനാപരവുമായ പ്രതിരോധം എന്നുള്ള നിലയ്ക്കാണ് ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. ഈ ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ മദർ ബോഡികൾ എന്ന് പറയാവുന്ന, അതിന്റെ ഉത്ഭവ ഘടകങ്ങൾ എന്ന് പറയാവുന്ന 2 പ്രസ്ഥാനങ്ങളായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 1941 രൂപീകരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയും അറേബ്യൻ നാടുകളിൽ 1928 രൂപീകരിക്കപ്പെട്ട മുസ്ലിം ബ്രദർഹുഡ് എന്നും ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്നും പറയുന്ന പ്രസ്ഥാനങ്ങൾ. ഇന്ന് ലോകത്തെങ്ങും അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ജനകീയ നവജാഗരണത്തിന്റെ, അതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാവുന്ന, അതിന്റെ മൂലതന്തു എന്ന് പറയാവുന്ന 2 സംഘടനാ രൂപങ്ങളായിരുന്നു ഇവ രണ്ടും. ഈ പ്രസ്ഥാനങ്ങളാണ് പിന്നീട് ആധുനികാനന്തരമുള്ള, അല്ലെങ്കിൽ വ്യവസായ വിപ്ലവത്തിന് ശേഷം രൂപം കൊണ്ട, അല്ലെങ്കിൽ മുതലാളിത്ത കേന്ദ്രീകൃതമായ, യൂറോപ്യൻ കേന്ദ്രീകൃതമായ ഒരു ലോകക്രമത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ദിശ നിർണയിക്കുന്നതിലും മുസ്ലിം സമൂഹത്തിന്റെ ദാർശനികവും സൈദ്ധാന്തികവും ജനകീയവുമായ സംഘാടനം നിർവഹിക്കുന്നതിലും മുന്നിൽ നിന്നത്. ഒരേ സമയം സാമ്രാജ്യത്തോടും ഈ സാമ്രാജ്യത്തിന്റെ പിമ്പുകളായിട്ടുള്ള, സാമ്രാജ്യത്വത്തിന്റെ പാവകളായിട്ടുള്ള ദേശീയ ഭരണകൂടങ്ങളോടും സമരം ചെയ്തുകൊണ്ടും ഏറ്റുമുട്ടിക്കൊണ്ടും അതിന്റെ നിരന്തരവും അതിനിഷ്ഠൂരവുമായ
പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടുമാണ് ഈ പ്രസ്ഥാനങ്ങൾ നിലനിന്നു പോകുന്നത്. ആ പീഡനങ്ങളെ കുറിച്ച് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടു. അൽ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ സ്ഥാപകനായിട്ടുള്ള ഇമാം ഹസനുൽ ബന്ന, അദ്ദേഹത്തെ ഈജിപ്ഷ്യൻ സർക്കാരിന്റെ ഫാറൂഖ് രാജാവിന്റെ കിങ്കരന്മാർ വെടിവെച്ചു കൊന്നു. വെടിയേറ്റ് വീണ ഹസനുൽ ബന്ന ചോരയൊലിച്ച് റോട്ടിൽ കിടക്കവേ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു തുണ്ട് കടലാസ് എടുത്ത് തന്നെ വെടിവെക്കാൻ വന്ന കൊലപാതകൾ സഞ്ചരിച്ച കാറിന്റെ നമ്പർ ആ കടലാസ് തുണ്ടിൽ എഴുതിയിട്ട് പോക്കറ്റിലിട്ടാണ് അന്ത്യശ്വാസം വലിച്ചത്. പക്ഷേ ഇമാം ഹസനുൽ ബന്നയുടെ നമ്മൾ മനസ്സിലാക്കണം, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവമായിരുന്നു. ഇമാം ഹസനുൽ ബന്നയുടെ ഖബറടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ ഈജിപ്തിലെ ഒരു പുരുഷനെയും ഈജിപ്ഷ്യൻ സർക്കാർ അനുവദിച്ചില്ല. സുഹൃത്തുക്കളെ, ഒരു പുരുഷനെ പോലും അദ്ദേഹത്തിന്റെ ഖബറടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ ഈജിപ്ഷ്യൻ സർക്കാർ അനുവദിച്ചില്ല. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളും മക്കളും ഉൾപ്പെടുന്ന സ്ത്രീകൾ ചേർന്നാണ് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ നിർവഹിച്ചത്. ഇഖ്വാനുൽ മുസ്ലിമൂന്റെ അധ്യക്ഷനായി വന്ന മഹാപണ്ഡിതനായിട്ടുള്ള ഫീ ളുലാലിൽ ഖുർആൻ, ഇൻ ദ ഷെയ്ഡ് ഓഫ് ഖുർആൻ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ കർത്താവ് കൂടിയായ എഴുത്തുകാരനും നിരൂപകനും സിനിമാ പ്രവർത്തകനും ഒക്കെയായിട്ടുണ്ടായിരുന്ന സയ്യിദ് കുതുബ്, അദ്ദേഹത്തെ ഭരണകൂടം തൂക്കിലേറ്റി. അബ്ദുൽ ഖാദർ ഔദ എന്ന് തുടങ്ങി ഡസൻ കണക്കിനായ നേതാക്കന്മാരെ വിചാരണ കൂടാതെ മിലിറ്ററി ക്യാമ്പുകളിൽ അടച്ചുകൊണ്ട്, ജയിലുകളിൽ അടച്ചുകൊണ്ട് പീഡിപ്പിച്ചും തൂക്കിയും കൊന്ന അനുഭവമായിരുന്നു ഈജിപ്തിലേത്. ഡസൻ കണക്കിന് നേതാക്കന്മാർ, 100 കണക്കിന് പ്രവർത്തകന്മാർ കൊല്ലപ്പെട്ടു. 10,000 പ്രവർത്തകർ ജയിലിൽ അടക്കപ്പെട്ടു. അതിലും എത്രയോ ആളുകൾ നാടുവിട്ട് പോകേണ്ടി വന്നു. അങ്ങനെ നാടുവിട്ട് പോകേണ്ടി വന്നവരിൽ പ്രമുഖനായിരുന്നു ഇന്ന് ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ യൂസുഫുൽ കർലാവി എന്ന് നമ്മൾ മനസ്സിലാക്കണം. 35 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഈജിപ്തിൽ നിന്ന് ആട്ടിയോടിച്ചതാണ്. അതേ കർലാവിയാണ് ഈജിപ്ഷ്യൻ ചെറുപ്പക്കാരുടെ പ്രക്ഷോഭത്തിന്റെ സമാപന വിജയാഘോഷ ദിനത്തിൽ തഹരീർ സ്ക്വയറിൽ ആ വെള്ളിയാഴ്ച സെപ്റ്റംബർ 29 വെള്ളിയാഴ്ച 20 ലക്ഷം ജനങ്ങൾ പങ്കെടുത്ത ആ മഹാജുമ നമസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈജിപ്ഷ്യൻ സമരത്തിന്റെ വിജയപ്രഖ്യാപനം ഔദ്യോഗികമായി നിർവഹിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ നോക്കുമ്പോ മുസ്ലിം നാടുകളിലെല്ലാം ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അതിനിശ്ചിതമായ അതിക്രൂരമായ വേട്ടകൾക്ക് വിധേയമായി. ടുണീഷ്യയിലെ പ്രസ്ഥാനത്തെക്കുറിച്ച്, അന്നഹദയെക്കുറിച്ച് ഇവിടെ അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചു. അന്നഹദ പ്രസ്ഥാനം, അതിന്റെ ചരിത്രം പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ടുണീഷ്യയിൽ 99.5% മുസ്ലിങ്ങൾ താമസിക്കുന്ന ടുണീഷ്യയിൽ നമ്മൾ മനസ്സിലാക്കണം, റമദാൻ മാസത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നോമ്പെടുക്കുവാൻ അവകാശമുണ്ടായിരുന്നില്ല. ഒന്നുകിൽ നോമ്പെടുക്കുക, നോമ്പ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഉദ്യോഗം രാജിവെക്കുക. ഇത് രണ്ട് ചോയ്സ് മാത്രമേ ഉണ്ടായിരുന്നു. നോമ്പെടുത്താൽ അത് നാഷണൽ പ്രൊട്ടക്ഷനെ ബാധിക്കും എന്നായിരുന്നു ഭരണകൂടത്തിന്റെ തീർപ്പ്. താടി വെച്ച ചെറുപ്പക്കാരെ മുഴുവൻ ജയിലിൽ അടച്ചു. സിലബസ് മുഴുവൻ, ഇസ്ലാമികമായ മുഴുവൻ ഉള്ളടക്കങ്ങളും മാറ്റി. ഫ്രഞ്ച് സർക്കാരും യൂറോപ്യൻ സർക്കാരും പറയുന്നതിനനുസരിച്ച് ഫ്രഞ്ച് ഭാഷയിൽ, അറബി ഭാഷയ്ക്ക് 2ാം സ്ഥാനം നൽകിക്കൊണ്ട് ഫ്രഞ്ച് ഭാഷയിൽ വിദ്യാഭ്യാസ ക്രമം, കരിക്കുലം, സിലബസ് മാറ്റി എഴുതി. സാംസ്കാരിക സ്ഥാപനങ്ങളെ ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ കൊണ്ട് കുത്തി നിറച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും പൗരാണികമായ ഇസ്ലാമിക കലാലയങ്ങളിൽ 2ാമത്തേതാണ് ടുണീഷ്യയിലെ സൈത്തൂന യൂണിവേഴ്സിറ്റി. അൽ അസ്ഹർ കഴിഞ്ഞാൽ 2ാമത്തെ യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റി അടച്ചുപൂട്ടി. ഒരു സന്ദർഭത്തിൽ ബാങ്ക് വിളി പോലും ആ രാജ്യത്ത് നിരോധിച്ചു. തട്ടമിടുന്നത് നിരോധിച്ചു. തട്ടമിട്ട് സ്കൂളിൽ വരുന്ന പെൺകുട്ടികളെ ഒഴിവാക്കി. തട്ടമിട്ട് സർക്കാർ ഓഫീസുകളിൽ വരുന്ന പെൺകുട്ടികളെ, സ്ത്രീകളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെ ഇസ്ലാമിക പ്രസ്ഥാനമായ അന്നഹദയെ മാത്രമല്ല
ഇസ്ലാമിന്റെ അവസാനത്തെ ചിഹ്നത്തെയും അടിച്ചമർത്തുന്ന ഭരണകൂട ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന സമീപനമായിരുന്നു ടുണീഷ്യയിൽ സ്വീകരിച്ചത്. അതേ സമീപനം തന്നെയായിരുന്നു തുർക്കിയിലും സ്വീകരിച്ചത്. ആ കാലത്ത് അത് മനസ്സിലാക്കണമെങ്കിൽ 1980-കളിൽ നമ്മുടെ നാട്ടിൽ നടന്ന ശരീഅത്ത് വിവാദത്തിന്റെ സന്ദർഭം എടുത്താൽ മതി. അന്ന് EMS പ്രസംഗിച്ച് നടന്നത്, നിങ്ങൾ എന്തിനാണ് ശരീഅത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള തുർക്കിയിലേക്കും ടുണീഷ്യയിലേക്കും നോക്കൂ. അവർ മതേതര പുരോഗമന നയം സ്വീകരിച്ച് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭരണകൂട ശക്തി ഉപയോഗിച്ച് ഒരു ജനതയുടെ അവസാനത്തെ സാംസ്കാരിക ചിഹ്നത്തെയും അടിച്ചമർത്തി അതിനെ തുടച്ചു നീക്കുവാനുള്ള ശ്രമം പുറം ലോകത്ത് മതേതര പുരോഗമന പ്രവർത്തനത്തിന്റെ അടയാളമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. പടിഞ്ഞാറൻ നാടുകളിലാണെങ്കിലും ഇടതുപക്ഷ കേന്ദ്രങ്ങളിലാണെങ്കിലും ഇസ്ലാമിക ഭീകരവാദത്തിനും ഇസ്ലാമിക മതമൗലികവാദത്തിനും ഇസ്ലാമിക യാഥാസ്ഥികതയ്ക്കും എതിരായ പുരോഗമന നടപടികളായിട്ടാണ് ഈ ഭരണകൂട ഭീകരതയെ വാഴ്ത്തപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തുർക്കിയിൽ തട്ടമിട്ട പെൺകുട്ടികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ന് അവിടെ പ്രധാനമന്ത്രിയായിട്ടുള്ള റജബ് ഉർദുഗാൻ, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പൊതുയോഗത്തിൽ വെച്ച് കുബ്ബ, മസ്ജിദിന്റെ കുബ്ബ എന്ന വാചകമുള്ള ഒരു കവിത ചൊല്ലിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മസ്ജിദിന്റെ കുബ്ബ എന്ന് പറഞ്ഞാൽ മതത്തിന്റെ യാതൊരു സാമൂഹിക പ്രകാശനവും അനുവദിക്കാത്ത വളരെ നിസ്സാരമായ ഒരു കവിത. മസ്ജിദിന്റെ കുബ്ബ എന്ന് വാക്കുള്ള ഒരു കവിത ചൊല്ലിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് 3 വർഷത്തോളം വിലക്കപ്പെട്ട വ്യക്തിയാണ് ഇന്ന് ആ രാജ്യത്തിന്റെ, ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും സാമ്പത്തിക വളർച്ച കാണിക്കുന്ന തുർക്കിയുടെ പ്രധാനമന്ത്രി ഡോക്ടർ റജബ് തയ്യിബ് ഉർദുഗാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് പറഞ്ഞത് മതേതരത്വത്തിന്റെയും പുരോഗമനത്തിന്റെയും ഇസ്ലാമിക യാഥാസ്ഥികതക്കെതിരായ പോരാട്ടത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ചിഹ്നങ്ങളെ, അവസാനത്തെ ഇസ്ലാമിക ചിഹ്നങ്ങളെയും തുടച്ചു നീക്കിക്കൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ നിശേഷം അടിച്ചമർത്തിക്കൊണ്ട് അതിഭീകരമായ ഒരു ഭരണകൂട വേട്ട നടക്കുകയായിരുന്നു ഈ നാടുകളിലെല്ലാം. അന്നഹദയുടെ സ്ഥാപകനായിട്ടുള്ള, ഇപ്പോഴും അതിന്റെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ റാഷിദുൽ ഗനൂഷി, അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുവാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു. അന്ന് അദ്ദേഹം ബ്രിട്ടനിൽ അഭയാർത്ഥിയായി കഴിയുകയാണ്, ഒരു റെഫ്യൂജി പാസ്പോർട്ടിൽ കഴിയുകയാണ്. ആ പാസ്പോർട്ട്, തുനീഷ്യൻ പാസ്പോർട്ട് പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ടുണീഷ്യയിൽ ഒരു അന്നഹദ പ്രവർത്തകൻ, അറ്റ്ലീസ്റ്റ് ഒരു അന്നഹദ പ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു കുടുംബം, ഒരു വീട് പോലുമില്ല എന്നാണ്. ഒരു നിലക്കുള്ള പ്രവർത്തനവും അവരനുവദിച്ചില്ല. സ്ഥാപകനായ അദ്ദേഹം 22 വർഷമായി ബ്രിട്ടനിൽ പ്രവാസിയായി കഴിയുകയായിരുന്നു. അങ്ങനെ ഏതെല്ലാം നിലക്ക് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അടിച്ചമർത്താൻ കഴിയുമോ അങ്ങനെ അടിച്ചമർത്തുകയും ഈ അടിച്ചമർത്തലിന് പുറത്തുള്ള മുതലാളിത്ത പക്ഷത്തിനെയും ഇടതുപക്ഷത്തിനെയും പിന്തുണ ഒരേ സമയം സമാഹരിക്കുകയും ചെയ്യുന്ന അതിഭീകരമായ പോലീസ് സ്റ്റേറ്റ് ആയിട്ടാണ് അറബ് രാജ്യങ്ങൾ നിലകൊണ്ടിരുന്നത്. അവിടെയാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, 2005 സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമ്മേളനം പാലക്കാട് നടക്കുമ്പോൾ, പ്രഥമ സംസ്ഥാന സമ്മേളനം പാലക്കാട് നടക്കുമ്പോൾ അതിൽ മുഖ്യാതിഥിയായി നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നത്, പ്രഖ്യാപിച്ചിരുന്നത് റാഷിദുൽ ഗനൂഷിയായിരുന്നു. പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രാ നടപടി, വിസ പ്രൊസീജിയേഴ്സ് ഒന്നും നീങ്ങുന്നില്ല. അവസാനം ഞാനും ഒരു സുഹൃത്തും ഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ സമുദായത്തിന്റെ പ്രതിനിധിയായിട്ട് ബഹുമാനപ്പെട്ട സഹമന്ത്രി അവിടെ ഇരിപ്പുണ്ടല്ലോ, അഹമ്മദ് സാഹിബിനെ പോയി കണ്ടു. അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം കണ്ണടയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് നമ്മളോട് പറഞ്ഞു, ഹേയ്, എന്ത് ചെയ്യാനാ, നടക്കാൻ പോണില്ല. നിങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെല്ലാം ഈ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകളാണല്ലോ, കൊണ്ടുവരാൻ കഴിയില്ല എന്ന് തിരിച്ചു പോന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് റാഷിദുൽ ഗനൂഷി ടുണീഷ്യയിലെ ഭരണകക്ഷിയുടെ ചെയർമാനാണ്. അദ്ദേഹം മിനി ഡൽഹിയിൽ അഥവാ വരികയാണെങ്കിൽ
അഹമ്മദ് സാഹിബ് എയർപോർട്ടിൽ അങ്ങോട്ട് പോയി സ്വീകരിക്കേണ്ടി വരും. 22 വർഷമായി അബ്ദുൽ നാസർ മഅദനിയെ പോലെ 22 വർഷമായി ടുണീഷ്യൻ ജയിലുകളിൽ കൊടൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന അബ്ദുസലാം സയ്യിദാണ് ഇന്ന് ആ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജയിലിനെയും പോലീസിനെയും ഒക്കെ ഭരിക്കുന്ന മന്ത്രി അദ്ദേഹമാണ്. ഈ നിലയിൽ മുസ്ലിം ലോകത്ത് അറബ് നാടുകളിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിൽ 2007 മുതൽ ഫലസ്തീനിലെ ഗാസ പ്രദേശം അവർ ഉപരോധത്തിലായിരുന്നു. ഉപരോധത്തിൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത ഉപരോധമാണ്. കരയിലും കടലിലും ആകാശത്തുമായിരുന്നു ഉപരോധം. വളരെ ചെറിയൊരു ഭൂപ്രദേശമാണ് ഗാസ. നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷന്റെ മാത്രം വലുപ്പം വരുന്ന ഒരു ഭൂപ്രദേശം. ലോകത്ത് ഏറ്റവും ഡെൻസിറ്റി ഉള്ള അട്ടിക്കട്ടിക്ക് ജനങ്ങൾ ഫ്ളാറ്റുകളിൽ കഴിയുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്തേക്കുള്ള വെള്ളം, വെളിച്ചം, കറണ്ട്, ബിസ്ക്കറ്റ്, കളിപ്പാട്ടം, മരുന്നുകൾ, എല്ലാ സംഗതികളും കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും നിരോധിച്ചുകൊണ്ട് ആ ജനതയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു അന്തർദേശീയ സമൂഹം. ഇസ്രായേൽ മാത്രമല്ല, അന്തർദേശീയ സമൂഹം തന്നെ. ഒരൊറ്റ കാരണം, ഒരേ ഒരു കാരണം, അവർ അവിടെ നടന്ന ഫ്രീ ആൻഡ് ഫെയർ എന്ന് ലോകത്തുള്ള എല്ലാ നിരീക്ഷകരും സാക്ഷ്യപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം, ഇഖ്വാനുൽ മുസ്ലിമൂന്റെ മുസ്ലിം ബ്രദർഹുഡിന്റെ ഫലസ്തീൻ പതിപ്പായിട്ടുള്ള ഹമാസ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളതായിരുന്നു അവർ ചെയ്ത തെറ്റ്. ആ ജനതയെ തന്നെ തകർക്കാൻ ശ്രമിച്ചു. അവസാനം അവർ രക്ഷയില്ലാതെ ഈജിപ്തിലേക്കുള്ള അതിർത്തിയിൽ മൂഷികന്മാരെ പോലെ തുരങ്കങ്ങൾ നിർമ്മിച്ച് ആ തുരങ്കങ്ങളിലൂടെ അത്യാവശ്യമുള്ള മരുന്നുകളൊക്കെ കടത്തി എങ്ങനെയോ ജീവിച്ചു പോവുകയായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയുമോ നിങ്ങൾക്ക്? ഇസ്രായേൽ ഹുസ്നി മുബാറക്കിന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഈജിപ്തും ഗാസയും തമ്മിലുള്ള ബോർഡറിൽ ഭൂമിക്കടിയിൽ ലോഹമതിൽ സ്ഥാപിക്കുവാൻ ഹുസ്നി മുബാറക് തീരുമാനിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഉപരോധമായിരുന്നു. ഭൂമിക്കടിയിൽ 30 മീറ്ററിൽ ലോഹമതിൽ സ്ഥാപിക്കാൻ. എന്തിനാണ്? ഇവരുടെ തുരങ്കങ്ങൾ തകർക്കാൻ വേണ്ടി. ആ തീരുമാനം ഹുസ്നി മുബാറക് എടുത്തിരുന്നു. ഇത്രയും ഭീകരമായ ഈ ഒരൊറ്റ തെറ്റ്, ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തെ അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്നത് മാത്രം. 2007 മുതൽ അവിടുത്തെ പ്രധാനമന്ത്രി ഇസ്മായിൽ ഹനിയക്ക് ആ നാട് വിട്ട് പുറത്തു കിടക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഒരു വിജയശ്രീലാളിതനെ പോലെ അറബ് നാടുകളിൽ ഒരു അറബ് വസന്ത പര്യടനം തന്നെ അദ്ദേഹം നടത്തി. കൈറോയിൽ നിന്ന് കാർത്തൂമിലേക്ക്, കാർത്തൂമിൽ നിന്ന് ടുണീസിലേക്ക്, ടുണീസിൽ നിന്ന് അങ്കാറയിലേക്ക്, അവിടുന്ന് ഇസ്തംബൂളിലേക്ക് 10,000-കണക്കിന് ജനങ്ങളാണ് ഓരോ അറബ് തലസ്ഥാനങ്ങളിലും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ആവേശപൂർവ്വം കാത്തുനിന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2005 കൈറോവിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അന്ന് മുസ്ലിം ബ്രദർഹുഡിന്റെ ഓഫീസിൽ നിന്ന് പോകാൻ ആഗ്രഹിച്ചപ്പോ എന്നോട് സുഹൃത്തുക്കൾ പറഞ്ഞു, സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഹസനുൽ ബന്നയുടെ സഹോദരൻ തന്നെയായിട്ടുള്ള ജമാൽ ബന്ന അവിടെ ഇരിപ്പുണ്ട്. ജമാൽ ബന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ കടുത്ത വിമർശകനാണ്, ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ്. പക്ഷെ അദ്ദേഹം ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളിയുമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് ഓഫീസിൽ നിന്ന് ടാക്സിക്കാരോട് പറഞ്ഞേക്കരുത്. ഒന്നുകിൽ അവർ പേടിച്ചോടും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നിന്നെ പൊക്കിക്കൊണ്ടുപോകും. മുഖ്ബിർ എന്ന് പറയും, മുഖ്ബിർ, ഇൻഫോർമർമാർ. തെരുവിന്റെ ഓരോ വളവുകളിലും തിരിവുകളിലും ഹുസ്നി മുബാറക്കിന്റെ മുഖ്ബിർമാർ ഉണ്ടാവും. ആ ഓഫീസിലേക്ക് പോകുവാൻ 4 or 5 തവണ ടാക്സി മാറി കയറേണ്ടി വന്നു. ആ കൈറോവിന്റെ നഗരഹൃദയത്തിൽ തന്നെ തലയുയർത്തി നിൽക്കുന്നത് ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ഓഫീസാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ രാജ്യത്തെ ജനങ്ങൾ വർഷങ്ങളായി അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്ന ആ രാജ്യത്തെ ഇഖ്വാനുൽ മുസ്ലിമൂനെ ജനങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അറബ് നാടുകളിലെ എല്ലാ ജനാധിപത്യ പരീക്ഷണങ്ങളെയും ജനാധിപത്യപരമായ എല്ലാ മുന്നേറ്റങ്ങളെയും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സഹകരണത്തോടുകൂടി അടിച്ചമർത്തുകയായിരുന്നു. ഈ അടിച്ചമർത്തലിന് അവർ നൽകിയ ന്യായം ഇസ്ലാമിക തീവ്രവാദത്തിൽ നിന്ന്,
ഇസ്ലാമിക മതമൗലികവാദത്തിൽ നിന്ന് അറബ് നാടുകളെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് എന്തായിരുന്നു തീവ്രവാദം, എന്തായിരുന്നു ജനാധിപത്യം എന്ന് ലോകത്തിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അറബ് ലോകം എന്ന് പറയുന്നത്, മധ്യപൗരസ്ത്യ ദേശം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഹൃദയമാണ്. ലോകത്തിന്റെ പ്രധാനപ്പെട്ട മതങ്ങൾ, സംസ്കാരങ്ങൾ രൂപം കൊണ്ട പ്രദേശമാണ്. അവിടെ കാറ്റടിച്ചാൽ ലോകത്തെങ്ങും ഇലകൾ വീഴും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ ചരിത്രത്തിന്റെ ആ ഹൃദയ ഭൂമിയിൽ അവിടെയാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റാഷിദ് ഖനൂഷി കേരളത്തിൽ വന്നപ്പോ അദ്ദേഹം പറഞ്ഞിരുന്നു, അറബ് നാടുകളിൽ മാറ്റം സംഭവിക്കും. ആ മാറ്റം സംഭവിക്കുന്നത് ഈജിപ്തിലായിരിക്കും. 4 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നമ്മളുടെ കോഴിക്കോട് ഹിറാ സെന്ററിൽ ചേർന്ന ഒരു യോഗത്തിൽ നടത്തിയ പ്രവചനമാണ്. അറബ് നാടുകളിൽ മാറ്റം സംഭവിക്കും. ആ മാറ്റം തുടങ്ങുന്നത് ഈജിപ്തിലായിരിക്കും. ഈജിപ്തിൽ മാറ്റം വന്നാൽ ലോകത്തെല്ലായിടത്തും മാറ്റങ്ങൾ വരും എന്നും അദ്ദേഹം അന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രവചനത്തിന്റെ ആദ്യ പാതി സംഭവിച്ചു കഴിഞ്ഞു. തീർച്ചയായും ഞാൻ പറയുന്നു, ലോക ചരിത്രത്തെ ദിശ നിർണയിക്കുന്നതിൽ ദിശനിർണായകമായ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വീഴൽ അതിലൊന്നായിരുന്നു. 1-ാം ലോക മഹായുദ്ധം അതിലൊന്നായിരുന്നു. 2-ാം ലോക മഹായുദ്ധം അതിലൊന്നായിരുന്നു. അതേപോലെ ചരിത്രത്തിന്റെ ഗതിയെ നിർണയിക്കുന്നതിൽ നിർണായകമായ ഒരു സംഭവം, ആധുനിക സെക്യുലർ മോഡേൺ ലോകത്തെ രൂപീകരിക്കുന്നതിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് എന്തുമാത്രം പങ്കുണ്ടോ, അതേപോലെ ഒരു പോസ്റ്റ് സെക്യുലർ ലോകത്തിന്റെ രൂപീകരണത്തിന്റെ അതിനിർണായകമായ ഒരു ചുവടായിട്ടാണ് ഞാൻ അറബ് വസന്തത്തെ കാണുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൽ ഫ്രാൻസിലെ 2% ജനങ്ങൾ മാത്രമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അറബ് വിപ്ലവങ്ങളിൽ 50%-ത്തിലും കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് അസാധാരണമായ ഒരു സംഭവമാണ്. വിപ്ലവത്തിന് വേണ്ടി രക്തപ്പുഴകൾ ഒഴുകുക, വിപ്ലവം സംരക്ഷിക്കാൻ വേണ്ടി വിപ്ലവത്തിന്റെ സന്തതികളെ തന്നെ കൊന്നു തിന്നുക എന്നുള്ളത് വിപ്ലവങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ അവിടെ അറബ് വിപ്ലവത്തിൽ ഇത് സംഭവിച്ചിട്ടില്ല. അന്ന് തന്നെ ആട്ടിയോടിച്ച മക്ക ദേശം പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നാൾ തിരിച്ചു പിടിച്ചു. അന്ന് തിരിച്ചു പിടിച്ചപ്പോ, ഒരു തുള്ളി രക്തം ചിന്താതെ അദ്ദേഹം തിരിച്ചു പിടിച്ചപ്പോ, തന്റെ മുമ്പിൽ വന്നു നിന്ന ശത്രുക്കളോട്, തന്നെ ആട്ടിയോടിച്ചവരോട് അദ്ദേഹം വന്ന് പറയുകയുണ്ടായി, നിങ്ങൾ സ്വതന്ത്രരാണ്, ഇന്ന് പ്രതികാര നടപടികളില്ല. ചരിത്രത്തിൽ അന്ന് സംഭവിച്ചത് ഇന്നും ആവർത്തിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് കഥകൾ പറയുന്നുണ്ട്, ഒട്ടനവധി കഥകൾ പറയുന്നുണ്ട്. പക്ഷേ അതിൽ അഹ്സനുൽ ഖസസ്, അതിസുന്ദരമായ കഥ, ഏറ്റവും സുന്ദരമായ കഥ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു കഥ മാത്രമേ പറയുന്നുള്ളൂ. അതൊരു ഈജിപ്ഷ്യൻ കഥയാണ്. യൂസുഫ് പ്രവാചകൻ, ബൈബിളിന്റെ ഭാഷയിൽ ജോസഫ്, കുഞ്ഞായിരിക്കെ യൂസുഫിനെ ചതിയന്മാരായിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ഒരു പൊട്ടക്കിണറ്റിൽ ഇട്ടെറിഞ്ഞ് കടന്നു കളഞ്ഞു. പക്ഷേ യൂസുഫ് കഥയുടെ ഞാൻ അതിന്റെ എല്ലാ ചുരുളുകളും നിവർത്തുന്നില്ല. ചുരുളുകൾ നിവർന്നു വരവേ യൂസുഫ് ഈജിപ്തിൽ കൈറോവിന്റെ തെരുവിലെത്തുന്നു. അങ്ങനെ പടിപടിയായി കൈറോവിലെ ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറുന്നു. അങ്ങനെ ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറുമ്പോ തന്നെ അന്ന് കുഞ്ഞുനാളിൽ പൊട്ടക്കിണറ്റിൽ ഇട്ടെറിഞ്ഞ സഹോദരന്മാർ അവരുടെ നാട്ടിൽ ക്ഷാമം, പട്ടിണി പിടപെട്ട് അന്നത്തിന് വേണ്ടി ഈജിപ്തിന്റെ തെരുവുകളിൽ അലഞ്ഞ് അവസാനം ഇതേ യൂസുഫിന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന അനിതര സാധാരണമായ ഒരു കഥ ഖുർആനിലുണ്ട്. ആ കഥയെക്കുറിച്ച് മാത്രമാണ് വിശുദ്ധ ഖുർആൻ അഹ്സനുൽ ഖസസ്, അതിസുന്ദരമായ കഥ എന്ന് വിശേഷിപ്പിച്ചത്. അതായത് തിരിച്ചുവരവുകളുടെ കഥയാണ്. തിരിച്ചുവരവുകളുടെ കഥയാണ്, സുന്ദരമായ തിരിച്ചുവരവുകൾ. പ്രവാചകൻ യൂസുഫിന്റെ തിരിച്ചുവരവ്, ഈജിപ്തിലെ തിരിച്ചുവരവ്, ആ കഥയാണ് അഹ്സനുൽ ഖസസ് ആയിട്ട് ഖുർആൻ വിശേഷിപ്പിച്ചതെങ്കിൽ ഇന്ന് ഈ 2012 മറ്റൊരു യൂസുഫുൽ ഖറളാവി 20 ലക്ഷം ജനങ്ങളുടെ അകമ്പടിയോടെ കൈറോവിൽ തിരിച്ചു വന്നത് നാം കണ്ണാലെ കണ്ടു. ഞാൻ പറയുന്നു, അഹ്സനുൽ ഖസസ്, അതിസുന്ദരമായ കഥകൾ ചരിത്രത്തിൽ ആവർത്തിക്കുവാനുള്ളതാണ്. ആ കഥയുടെ
അതിസുന്ദരമായ കഥയുടെ ആവർത്തനം ഈ പോസ്റ്റ് സെക്യുലർ യുഗത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ് അറബ് വസന്തം വിളംബരപ്പെടുത്തുന്നത്. ഇവിടെ പലരും പങ്കുവച്ചതുപോലെയുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ, റാഞ്ചൽ സിദ്ധാന്തങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ഗൂഢാലോചന എന്ന് പറയുന്നത് ഒരു കൂട്ടർ മാത്രം കളിക്കുന്ന ഒരു കളിയാണ്. പക്ഷേ ഇന്ന് ഇതിലെല്ലാവരും പ്ലേയേഴ്സാണ്. ജനങ്ങളാണ് ഇതിലെ പ്ലേയേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാർ. ഏതോ ഒരു കൂട്ടർ ഗൂഢാലോചനകൾ നടത്തി കാര്യങ്ങൾ തീരുമാനിച്ച് കാര്യങ്ങൾ റാഞ്ചിയെടുത്തു കൊണ്ടുപോകുന്ന പഴയ ലോകക്രമം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അറബ് തെരുവുകൾ, അറബ് ജനങ്ങൾ അവർ കാര്യങ്ങൾ തീരുമാനിക്കുകയും കാര്യങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് രാഷ്ട്രീയ സാമൂഹിക ഘടന മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ലോകത്തിന്റെ ഒരു വിളംബരമായി അവർ അറബ് വിപ്ലവത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നിശ്ചയമായും അതിന്റെ ലക്ഷ്യത്തിലെത്തും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വൈകിയ വേളയിൽ അറബ് വസന്തത്തെ പറ്റിയോ അല്ലെ അതുമായി ഉള്ള ചർച്ചയെ പറ്റിയോ കൂടുതൽ സംസാരിക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ മധ്യപൗരസ്ത്യദേശത്ത് ആരംഭിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും യൂറോപ്പിലും അമേരിക്കയിലും തെരുവുകളിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാറ്റ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യയിൽ തികച്ചും പ്രസക്തമാണ്. ഇതിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി ആഴത്തിൽ തന്നെ സംസാരിച്ച പ്രഗത്ഭ വ്യക്തിത്വങ്ങൾക്ക് ആദ്യമേ നന്ദി അറിയിക്കുന്നു. തിരക്കിനിടയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായ MLA ഡോക്ടർ KT ജലീൽ സാഹിബിനെ സ്നേഹപൂർവ്വം ജമാഅത്തെ ഇസ്ലാമി ബാംഗ്ലൂർ ഘടകത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കേരളത്തിന്റെ ഇന്നത്തെ കലുഷിതമായ സാഹചര്യത്തിൽ കേരളത്തിൽ മാധ്യമരംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വമായ ജനാബ് അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹത്തിനും ജമാഅത്തെ ഇസ്ലാമി ബാംഗ്ലൂർ ഘടകത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ദൃശ്യ മാധ്യമരംഗത്ത്, പ്രത്യേകിച്ചും മലയാളത്തിലുള്ള ദൃശ്യമാധ്യമരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ബാസുരേന്ദ്ര ബാബു സാറിന് ജമാഅത്തെ ഇസ്ലാമി ബാംഗ്ലൂർ ഘടകം ആദരവിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ യുവ സുഹൃത്തുമായ നമ്മുടെ C. ദാവൂദ് സാഹിബിന് ബാംഗ്ലൂർ ജമാഅത്തെ ഇസ്ലാമി ഘടകം സ്നേഹോഷ്മളമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ വേദി നമുക്ക് അനുവദിച്ചു തന്ന ജനാബ് ഫിറോസ് സാഹിബിന് ബാംഗ്ലൂർ ജമാഅത്തെ ഇസ്ലാമി ഘടകം, മലയാളി ഘടകം പ്രാർത്ഥനകളോടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ശനിയാഴ്ചകളുടെ എല്ലാവിധ വിലകളെയും ഭേദിച്ച് നമ്മളോടൊപ്പം നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുവാനും അതിൽ നല്ലൊരു പങ്കുവഹിക്കാനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരങ്ങളെയും ബാംഗ്ലൂർ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എല്ലാത്തിനും പുറമെ ഈ പരിപാടിയുടെ പൂർത്തീകരണത്തിനും അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള സമാപനത്തിനും എല്ലാവിധ സഹായവും ചെയ്ത ലോകസൃഷ്ടാവും പ്രപഞ്ച സൃഷ്ടാവും ലോകനേതാവുമായ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.